ഹായ് ഓൾ, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. വൈൽ മേക്കിംഗ് നോമിനേഷൻ സിഗ്നേച്ചർ ഓഫ് നോമിനി ഈസ് റിക്വയർഡ് ഓൺ. ഓക്കെ, അപ്പോൾ നോമിനേഷൻ നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴോ ഇല്ലെങ്കിൽ ബാക്കി നമ്മൾ എന്താണ് സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിൻ്റെ കേസിലോ അങ്ങനെ നമ്മളൊരു ബാങ്കുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അവിടെ നമ്മൾ നോമിനേഷൻ കൊടുക്കും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലീഗൽ ഹെയർസിനോ ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആളാരാണോ അയാൾക്ക് എന്ത് ചെയ്യാൻ ആ ഒരു എന്താണ് അക്കൗണ്ടിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു ലോക്കറിൻ്റെയോ പർട്ടിക്കുലേഴ്സ് നമ്മളുടെ മരണശേഷം ആർക്ക് കൈവന്ന് ചേരണം എന്ന് പറയുന്നതാണ് നോമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോമിനേഷൻ്റെ കേസിൽ ബാങ്ക് നമ്മൾ ആ ഒരു ഓപ്പൺ ചെയ്യുമ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴോ ഇല്ലെങ്കിൽ നമ്മൾ നോമിനേഷൻ കൊടുക്കുന്ന സമയത്തോ നോമിനിയുടെ സിഗ്നേച്ചർ എന്തിലാണ് റിക്വയർഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിലോ നോമിനേഷൻ ഫോം എന്ന് പറയുന്ന ഫോമിലാണോ അഫിഡവിറ്റിൻ്റെ കേസിലാണോ നോട്ട് റിക്വയർഡ് ആണോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും എന്താണ് ബാങ്കിൽ ചെന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ആൾക്കാരാണല്ലേ. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. നമുക്ക് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ആക്ച്വലി പ്രാക്ടിക്കലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭാഗത്ത് നിന്നും ആ നോമിനിയെ കൊണ്ടുവരണം ഇല്ലെങ്കിൽ നോമിനി എന്താണ് ഫിസിക്കലി പ്രസൻ്റ് ആയിരിക്കണം, അയാൾ ഒപ്പിടണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ എന്ന് ആലോചിക്കാം. ഇത് വളരെ സിമ്പിൾ ചോദ്യമാണ്. നമുക്കറിയാം ഇതിൻ്റെ ഉത്തരം എന്താണ് നോമിനിയുടെ സിഗ്നേച്ചർ ആവശ്യമായിട്ട് വരുന്നില്ല എന്നുള്ളൊരു കേസാണ്. ആക്ച്വലി നോമിനി കൊടുക്കുന്നത് ഇല്ലെങ്കിൽ നോമിനേഷൻ നമ്മൾ നടത്തുക എന്ന് പറയുന്നത് ആ ഒരു ആക്ച്വലി ആ ഒരു പ്രിൻസിപ്പിളിൻ്റെ ഇല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ആളാരാണോ ഇല്ലെങ്കിൽ ആ ഒരു ഡെപ്പോസിറ്റ് ലോക്കർ എടുക്കുന്ന ആളാരാണോ അയാൾ കൊടുക്കുന്ന ഒരു പേരാണ്, ഒരു സജഷനാണ് ആക്ച്വലി നോമിനി എന്ന് പറയുന്നത്. ഓക്കെ, അയാൾ ഫിസിക്കലി റെപ്രസെൻറ്റ് ചെയ്യണമെന്നില്ല, അയാൾ പ്രസൻറ്റ് ആവണമെന്നില്ല, അയാൾ ഒരു രീതിയിലും സൈൻ ചെയ്യണമെന്നോ നോമിനേഷൻ ഫോമിൽ ഒപ്പിടണമെന്നോ ഒന്നും നിർബന്ധമല്ല എന്ന് മനസ്സിലാക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി നോട്ട് റിക്വയർഡ് ആണ്. അപ്പോൾ നമുക്ക് നോമിനേഷൻ്റെ കേസിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ ബാങ്ക് അക്കൗണ്ട് നമ്മളെല്ലാവരും എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കേസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ആ ഒരു അക്കൗണ്ട് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ നോമിനിയായിട്ട് മെയിനായിട്ട് നമ്മൾ വയ്ക്കുന്ന ഒന്നില്ലെങ്കിൽ അമ്മയായിരിക്കും അല്ലെങ്കിൽ അച്ഛനായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ പേര് വയ്ക്കാം. മക്കൾ ചിലപ്പോൾ മൈനർ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ കുറച്ച് കേസസ് പറയുന്നുണ്ട്. ഇനി നമുക്ക് ഹസ്ബൻഡിൻ്റെ പേര് വയ്ക്കാം, വൈഫിൻ്റെ പേര് വയ്ക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നോമിനി നമുക്ക് ആ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ആൾ സജസ്റ്റ് ചെയ്യുന്ന ആളായിരിക്കും നോമിനി എന്ന് പറയുന്നത്. ഓക്കെ, അയാൾ ഫിസിക്കലി പ്രസൻ്റ് ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല, അയാൾ ഒരിടത്തും സൈൻ ചെയ്യേണ്ട ആവശ്യവുമില്ല. അപ്പോൾ നോമിനേഷനുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. നോക്കിയോളുക. വൈൽ മേക്കിംഗ് എ നോമിനേഷൻ ഫോർ എ ബാങ്ക് അക്കൗണ്ട് ദ സിഗ്നേച്ചർ ഓഫ് ദ നോമിനി ഈസ് ജനറലി നോട്ട് റിക്വയർഡ്. അപ്പോൾ സിഗ്നേച്ചർ എന്ന് പറയുന്നത് എന്താണ്, നോട്ട് റിക്വയർഡ് ആണ്. അയാൾ സിഗ്നേച്ചർ ഇടേണ്ട ആവശ്യമില്ല. സിഗ്നേച്ചർ ഇടണമെങ്കിൽ അയാൾ ഫിസിക്കലായിട്ട് പ്രസൻറ്റ് ആവേണ്ടേ. അപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അയാൾ ഫിസിക്കലായിട്ട് പ്രസൻറ്റ് ആവേണ്ട ആവശ്യമില്ല. അയാൾ സിഗ്നേച്ചർ ആ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൽ ഇടേണ്ട ആവശ്യമില്ല. ഇനി നോക്കിയോളുക. The nomination form requires the signature of the account holder and witnesses but not the nominee as it is a declaration of the account owner. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോമിനേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി അക്കൗണ്ട് ഓണർ നടത്തുന്ന ഒരു മിയർ ഡിക്ലറേഷൻ ആണ്. ഈ ഒരു അക്കൗണ്ട് ഹോൾഡറിൻ്റെ മരണശേഷം അക്കൗണ്ടിൻ്റെ പ്രൊസീഡിങ്സ് ആരിലേക്ക് മാറിപ്പോകണം എന്ന് പറഞ്ഞ് അക്കൗണ്ട് ഹോൾഡർ നടത്തുന്ന അല്ലെങ്കിൽ അക്കൗണ്ട് ഓണർ നടത്തുന്ന ഒരു ഡിക്ലറേഷനാണ് നോമിനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോമിനേഷൻ ഫോമിൻ്റെ കേസിൽ അക്കൗണ്ട് ഹോൾഡർ ഒപ്പിട്ടാൽ മതിയാകും. അല്ലെങ്കിൽ ജോയിൻ്റ് അക്കൗണ്ടിൻ്റെ കേസിലോ ഇല്ലെങ്കിൽ ബാക്കി അക്കൗണ്ടുകളുടെ കേസിലോ അക്കൗണ്ട് ഹോൾഡേഴ്സ് എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, രണ്ടിൽ കൂടുതൽ അക്കൗണ്ട് ഹോൾഡേഴ്സ് വരാം. പിന്നെ വിറ്റ്നസിൻ്റെ കേസ് എന്ന് പറയുന്നത് നമ്മുടെ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ചില ആൾക്കാർക്ക് വിറ്റ്നസിൻ്റെ ആവശ്യകതയുണ്ട്. അയാൾ ബാങ്കുമായിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ബ്ലൈൻഡ് പേഴ്സൺസിൻ്റെ കേസിൽ അതുപോലെ ഇല്ലിറ്ററേറ്റ് പേഴ്സൺസിൻ്റെ കേസിൽ മെയിൻലി അവർ തമ്പ് ഇംപ്രഷൻ ഉപയോഗിച്ചാണ് അവരെന്ത് ചെയ്യുന്നത്, അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ കേസിൽ വിറ്റ്നസ്സസ് വരുന്നുണ്ട്. അവർ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൽ സൈൻ ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു നോമിനി അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൽ സൈൻ ചെയ്യാറില്ല. അവിടെ അതൊരു അക്കൗണ്ട് ഓണറിൻ്റെ ഡിക്ലറേഷൻ മാത്രമാണ് ഒരു നോമിനി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയോളുക. നോമിനേഷൻ ഫെസിലിറ്റിയുടെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. മെയിൻലി നമ്മുടെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം അല്ലെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻ റൂൾസ് പ്രകാരമാണ് നോമിനേഷൻ ഫെസിലിറ്റി വരുന്നത്. നോക്കിയോളുക. ഇനി നോക്കിക്കോളുക. ദ നോമിനേഷൻ ഫെസിലിറ്റി ഈസ് അവൈലബിൾ ഓൺ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്സ് in the terms of banking companies nomination rules 1985 and the account holders are advised to avail of this facility for the smooth settlement of claims by legal heirs in unforeseen circumstances. അപ്പോൾ മെയിൻലി സേവിങ്സ് അക്കൗണ്ടിൻ്റെ കേസിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ കേസുകളിൽ ബാങ്കിങ് കമ്പനീസ് നോമിനേഷൻ റൂൾസ് 1985 പ്രകാരമാണ് നമ്മൾ നോമിനേഷൻ ഫെസിലിറ്റി എന്ത് ചെയ്യുന്നത് അവിടെ ഉറപ്പാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി ഒരു ബാങ്ക് അക്കൗണ്ടിന് മേളിൽ ഉണ്ടാകുന്ന ഒരു നോമിനിയെ വയ്ക്കാൻ കഴിയുന്ന ആ ഒരു ഫെസിലിറ്റി ആക്ച്വലി നമുക്ക് സ്മൂത്ത് സെറ്റിൽമെൻറ്റിന് വേണ്ടി സഹായിക്കുമെന്നാണ് പറയുന്നത്. എന്തെങ്കിലും സർക്കംസ്റ്റാൻസസ് അൺഫോർസീൻ സർക്കംസ്റ്റാൻസസ് വഴി ആ ഒരു അക്കൗണ്ട് ഓണർ ആക്ച്വലി മരിക്കുകയാണ് അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ
ചെയ്യുകയാണെങ്കിൽ ആ ഒരു കേസിൽ എന്താണ് ലീഗൽ ഹെയർസിന് എന്താണ് സ്മൂത്തായിട്ട് ആ ഒരു ക്ലെയിംസ് സെറ്റിൽമെൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അവരെന്ത് ചെയ്യേണ്ട, അവർ വിൽപത്രങ്ങളോ ഇല്ലെങ്കിൽ അവരുടെ എന്താണ് സക്സഷൻ്റെ ഒരു സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അവർക്ക് എന്താണ് കൃത്യമായിട്ടത് സെറ്റിൽമെൻറ്റ് നടത്താൻ സാധിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് നോമിനേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അത് മെയിനായിട്ടും അത് ബാങ്കിങ് കമ്പനീസ് നോമിനേഷൻ റൂൾസ് പ്രകാരമാണ് കേട്ടോ. ഇയർ കൃത്യമായിട്ട് പഠിച്ചോളൂ, 1985 ആണ്. അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്താണ് 2025 അമെൻമെൻറ്റിലും കുറച്ച് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിന് പ്രകാരം നോമിനേഷൻ ഫെസിലിറ്റീസിൻ്റെ കേസിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ നമ്മൾ വരും സ്ലൈഡുകൾ നോക്കും. അടുത്ത പോയിന്റ് നോക്കിയോളുക. Nomination can be made in favor of a nominee who have attained the age of majority under the Indian Majority Act. അപ്പോൾ ഇന്ത്യൻ മെജോറിറ്റി ആക്ട് പ്രകാരം ഏജ് ഓഫ് മെജോറിറ്റി അറ്റൈൻ ചെയ്തിട്ടുള്ള ഒരാൾക്ക് അനുകൂലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നോമിനേഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അയാളെ നമുക്ക് നോമിനിയായിട്ട് കൊടുക്കാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏജ് ഓഫ് മെജോറിറ്റി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം 18 വയസ്സാണ്. അപ്പോൾ 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരെ നമുക്ക് നോമിനിയായിട്ട് വയ്ക്കാൻ സാധിക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയ്ക്കാൻ സാധിക്കും. മൈനേഴ്സിനെല്ലാം നമ്മൾ എന്താണ് നോമിനിയായിട്ട് വയ്ക്കാറുള്ളതാണ്. പക്ഷേ അവിടെ വേറൊരു കേസും കൂടി പറയുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്, ദി ഇന്ത്യൻ മെജോറിറ്റി ആക്ട് പ്രകാരം ഏജ് ഓഫ് മെജോറിറ്റി അറ്റൈൻ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ നോമിനേഷനായിട്ട് അവരെ വയ്ക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതിന് കുറവായിട്ടുള്ള ഇപ്പോൾ ഈ മെജോറിറ്റി അറ്റൈൻ ചെയ്യാത്ത ആൾക്കാരെ, മൈനറായിട്ടുള്ള ആൾക്കാരെ വയ്ക്കുമ്പോഴുള്ള ക്ലോസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, in case of a party do not wish to make a nomination, this fact should be recorded on the account opening form under the full signature. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇപ്പോൾ ഒരു നോമിനേഷൻ നമ്മൾ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൽ നമുക്ക് നോമിനിയെ വയ്ക്കാൻ താല്പര്യമില്ല എങ്കിൽ, ഓക്കെ, ആ പാർട്ടിക്ക് എന്താണ് നോമിനിയെ വയ്ക്കാൻ താല്പര്യമില്ലെങ്കിൽ, if he do not wish to make a nomination, this fact should be recorded on the account opening form under their full signature. അപ്പോൾ അവരുടെ സിഗ്നേച്ചറിൽ തന്നെ അവർ തന്നെ എഴുതി എന്താണ് അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൽ ഒപ്പിട്ട് കൊടുക്കണം, ഇതിൽ നോമിനിയെ വയ്ക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള കാര്യം. ഇനി നോമിനേഷൻ ഇൻ ഫേവർ ഓഫ് എ മൈനർ ഈസ് പെർമിറ്റഡ്. ഓർത്തോളുക, ഇതൊരു ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റാണ്. കാര്യം എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ മെജോറിറ്റി ആക്ട് പ്രകാരം 18 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ നോമിനിയായിട്ട് വയ്ക്കാൻ നമുക്ക്, ഇല്ലെങ്കിൽ അവർക്ക് ഫേവറായിട്ട് നമുക്ക് നോമിനേഷൻ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവിടെ പറയുന്നൊരു കാര്യം, ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. എന്താണ്, നോമിനേഷൻ ഇൻ ഫേവർ ഓഫ് മൈനർ ഈസ് പെർമിറ്റഡ്. അവിടെ എന്താണ് ക്ലോസ് എന്ന് ശ്രദ്ധിച്ചോളുക. പ്രൊവൈഡഡ് ദാറ്റ് ദി അക്കൗണ്ട് ഹോൾഡർ അപ്പോയിൻറ്റ്സ് ആൻ അഡൾട്ട് as an appointee to receive the funds on the minor's behalf if the depositor dies while the nominee is still a minor. ഓക്കെ, അപ്പോൾ എന്താണ് എൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൽ മൈനറായിട്ടുള്ള എൻ്റെ മകനെ നോമിനിയായിട്ട് വയ്ക്കുന്ന അവസരത്തിൽ അവിടെ എന്ത് ചെയ്യണം, ഒരു അഡൾട്ടിനെയും കൂടി ഞാൻ അപ്പോയിൻറ്റ് ചെയ്യണം. എന്താണ്, ഇപ്പോൾ ഞാൻ മരിക്കുന്ന സമയത്തും ആ മകൻ മൈനറായി തന്നെ ഇരിക്കുകയാണെങ്കിൽ അവിടെ എൻ്റെ ഫണ്ട് റിസീവ് ചെയ്യാൻ പോകുന്നത് ഞാൻ അപ്പോയിൻറ്റ് ചെയ്ത അഡൾട്ടായിരിക്കും. ആ മൈനർ മേജർ ആകുമ്പോൾ, ആ മൈനർ 18 വയസ്സ് കഴിഞ്ഞ് മേജർ ആവുന്ന അവസരത്തിലായിരിക്കും ആ അഡൾട്ടിൽ നിന്നും ആ ഒരു പൈസ അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് എന്താണ് എൻ്റെ മകനിലേക്ക് അത് കൈമാറപ്പെടുക എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ്, ഒരു മൈനറെ നമുക്ക് എന്ത് ചെയ്യാം, നോമിനേറ്റ് അപ്പോയിൻറ്റ് ചെയ്യാം. മരിക്കുന്ന സമയത്ത് ആ മകൻ മേജറായി കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നവുമില്ല, അയാളിലേക്ക് ഞാൻ ആ ഒരു എമൗണ്ട് മാറും എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ആ മരിക്കുന്ന സമയത്ത്, ആ ഒരു അക്കൗണ്ട് ഹോൾഡർ മരിക്കുന്ന സമയത്ത് ഈ നോമിനേറ്റ് അപ്പോയിൻറ്റ് ചെയ്ത മൈനറായി തന്നെ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഒരു ക്ലോസ് പറയുന്നത് എന്താണ്, അക്കൗണ്ട് ഹോൾഡറെ ഒരു അഡൾട്ടിനെ അപ്പോയിൻറ്റ് ചെയ്യണം. അങ്ങനെ മൈനറായിരിക്കുന്ന അവസരത്തിൽ ആ എമൗണ്ട് എന്ന് പറയുന്നത് ആ ഒരു അഡൾട്ടിലേക്കായിരിക്കും കൈമാറുന്നത്. പിന്നെ മേജർ ആവുന്ന അവസരത്തിൽ അത് തിരിച്ച് ആ മകനിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മൈനറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കേസ് കൃത്യമായിട്ട് നോക്കിയുള്ളൂ. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റാണ് കേട്ടോ, ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റാണ്. ഇനി നോക്കിയോളുക. In the event of death of the account holder, the nomination facility enables the bank to release the deposit amount to the nominee. അപ്പോൾ മെയിനായിട്ട് നമ്മൾ നോമിനേഷൻ വയ്ക്കുന്ന എന്തിനു വേണ്ടിയാണ്, ഒരു അക്കൗണ്ട് ഹോൾഡറിൻ്റെ ഡെത്ത് സംഭവിക്കുമ്പോൾ ആ എമൗണ്ട് എന്ത് ചെയ്യുന്നു, അയാളുടെ ലീഗൽ ഹെയർസിനോ അയാൾ നോമിനേറ്റ് വെച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിയാണോ അയാളിലേക്ക് അത് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയാണ് ആക്ച്വലി നോമിനേഷൻ ഫെസിലിറ്റി ബാങ്ക് അക്കൗണ്ടുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കിയോളുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള നല്ലൊരു പോയിന്റാണ്. ഓക്കെ, സ്റ്റാർട്ടിംഗ് ഫ്രം November 1, 2025 അണ്ടർ ദി ബാങ്കിങ് ലോസ് അമെൻമെൻറ്റ് ആക്ട് 2025, depositors can nominate up to
4 individuals for bank accounts and safe deposit lockers either simultaneously or successively. ശ്രദ്ധിച്ചോളുക, എന്താണ് നവംബർ 1, 2025 മുതൽ ബാങ്കിങ് ലോസ് അമെൻമെൻറ്റ് ആക്ട് 2025 പ്രകാരം ഡെപ്പോസിറ്റേഴ്സിന് ഇപ്പോൾ എത്ര നോമിനി വരെ കൊടുക്കാം എന്നാണ് പറയുന്നത്? അപ് ടു 4 ഇൻഡിവിജ്വൽസ്, 4 പേരെ വരെ എന്താണ് നോമിനിയായിട്ട് അപ്പോയിൻറ്റ് ചെയ്യും. നേരത്തെ എത്രയായിരുന്നു? ഒരാളായിരുന്നു. ഇപ്പോൾ 4 പേരെ വരെ എന്ത് ചെയ്യാം? സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിൻ്റെ കേസിലാണെങ്കിലോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളുടെ കേസിലാണെങ്കിലോ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളുടെ കേസിലാണെങ്കിലോ അവിടെ 4 പേരെ വരെ എന്ത് ചെയ്യാം? നോമിനിയായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന നോമിനികളെ 2 രീതിയിൽ അപ്പോയിൻറ്റ് ചെയ്യാന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് സൈമൾട്ടേനിയസ്ലി എന്ന് പറയുന്ന കേസും മറ്റൊന്ന് സക്സസീവ്ലി എന്ന് പറയുന്ന കേസും. രണ്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കോളുക. അപ്പോൾ നവംബർ 1, 2025 മുതൽ, അന്ന് മുതലാണ് ഇത് എഫക്റ്റിൽ വരുന്നത് കേട്ടോ. ബാങ്കിങ് ലോസ് അമെൻമെൻറ്റ് ആക്ട് 2025 പ്രകാരം 4 നോമിനിയെ വരെ സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിൻ്റെ കേസിലാണെങ്കിലും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളുടെ കേസിലാണെങ്കിലും ഒരു അക്കൗണ്ട് ഓണറിന് നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അങ്ങനെ അക്കൗണ്ട് ഓണർ നോമിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കാം? സൈമൾട്ടേനിയസ്ലിയും 4 പേരെ നോമിനേറ്റ് ചെയ്യാം, സക്സസീവ്ലിയും 4 പേരെ നോമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി എന്താണ് സൈമൾട്ടേനിയസ്ലി, എന്താണ് സക്സസീവ്ലി? നോക്കിക്കോളുക. സൈമൾട്ടേനിയസ്ലി എന്താണ്? വിത്ത് ഡിഫൈൻഡ് പെർസെൻറ്റേജ് ഷെയർസ്. അപ്പോൾ സൈമൾട്ടേനിയസ്ലി ആ വാക്കിൽ തന്നെ ഉണ്ട്, സൈമൾട്ടേനിയസ്ലി ആ ഒരൊറ്റ സമയത്ത് തന്നെ 4 പേർക്കും എന്താണ്? അവകാശമുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു 10,000 രൂപയുള്ള ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, എൻ്റെ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഞാൻ എൻ്റെ 4 മക്കൾക്കായിട്ട് നോമിനേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ പുതിയ 2025 എന്താണ് അമെൻമെൻറ്റ് ആക്ട് പ്രകാരം ഞാൻ എൻ്റെ 4 മക്കളെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? 4 നോമിനീസായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് 2 രീതിയിൽ എനിക്ക് അപ്പോയിൻറ്റ് ചെയ്യാം. ഒന്ന് സൈമൾട്ടേനിയസ്ലിയും അപ്പോയിൻറ്റ് ചെയ്യാം, മറ്റൊന്ന് സക്സസീവ്ലിയും നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഞാൻ പറയുന്ന കേസ് എന്ന് പറയുന്നത് സൈമൾട്ടേനിയസ്ലിയുടെ കേസാണ്. എൻ്റെ 10,000 രൂപയുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഞാൻ സൈമൾട്ടേനിയസ്ലി ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു നിശ്ചിത പെർസെൻറ്റേജ് ആയിരിക്കും ഓരോ മക്കൾക്കും കൊടുക്കുന്നത്. ഇപ്പോൾ എനിക്ക് എൻ്റെ മൂത്ത മോനോട് സ്നേഹം കൂടുതലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? മൂത്തയാൾക്ക് ഇതിൻ്റെ 50% ഞാൻ നോമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇളയാളോട് എനിക്ക് പിന്നെ കുറച്ച് സ്നേഹമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അയാൾക്കൊരു 20% ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ബാക്കി എന്താണ്? ബാക്കി പിന്നെ 2 പേരില്ലേ? 2 പേരിൽ അടുത്തയാൾക്ക് ഞാൻ എന്താണ് 20% കൊടുക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ള അവസാനത്തെ ഇളയാൾക്ക് ഞാൻ 10% മാത്രമേ കൊടുത്തോളൂ. ഓക്കെ, അങ്ങനെ ഒരു നിശ്ചിത എമൗണ്ട്, ഒരു ഡിഫൈൻഡ് പെർസെൻറ്റേജ് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് നോമിനേഷന് കൃത്യമായിട്ട് വീതിച്ച് കൊടുത്തുകൊണ്ട് നോമിനേഷൻ നടത്താൻ പറ്റുന്നതിനെയാണ് സൈമൾട്ടേനിയസ് മോഡ് ഓഫ് നോമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സക്സസീവ് എന്തായിരിക്കും? ഒരേ സമയം ഇവർക്ക് എല്ലാവർക്കും അധികാരം വരുന്നുണ്ട്. അത് നിശ്ചിത പെർസെൻറ്റേജിൽ എനിക്ക് അക്കൗണ്ട് ഹോൾഡറിന് തീരുമാനിച്ച് കൊടുക്കാൻ സാധിക്കുന്നതാണ് സൈമൾട്ടേനിയസ്ലി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സക്സസീവ്ലി എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രയോറിറ്റി ഓർഡറിലായിരിക്കും. 1, 2, 3, 4 എന്ന് പ്രയോറിറ്റി ഓർഡറിൽ അവരെ കൊടുക്കുകയും അവിടെ ആദ്യം അധികാരം വരുന്നത് 1ാമത്തെ ആൾക്കും, അയാളുടെ മരണശേഷം മാത്രമേ 2ാമത്തെ ആൾക്കും, പിന്നെ അയാളുടെ മരണശേഷം മാത്രമേ 3ാമത്തെ ആൾക്കും, പിന്നെ 4ാമത്തെ ആൾക്കും അവകാശം വരുന്നുള്ളൂ. അങ്ങനെയാണ് സക്സസീവ്ലി മോഡ് ഓഫ് നോമിനേഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ. എന്താണ്? ഇതൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു പോയിന്റാണ്. ഈ ഒരു പുതിയ അമെൻമെൻറ്റ് പ്രകാരം ഇപ്പോൾ നിലവിൽ എത്ര നോമിനീസിനെ അപ്പോയിൻറ്റ് ചെയ്യാമെന്ന് ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം എത്രയാണ്? 4 നോമിനീസിനെ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാം. അതെന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിക്കാം. നവംബർ 1, 2025 മുതലാണ് നിലവിൽ വന്നതെന്ന് പറയാം. ഇനി അത് ഏതൊക്കെ രീതിയിലെന്ന് ചോദിക്കാം. സൈമൾട്ടേനിയസ്ലി ഉണ്ട്, സക്സസീവ്ലി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 രീതി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ നമുക്ക് നോമിനേഷനുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഇത് പഠിച്ചോളുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും.